ഒന്നും അകത്ത് പറയില്ലെന്നും എല്ലാം പുറത്ത് ആൾക്കൂട്ടത്തിന് മുൻപിൽ മാത്രമേ പറയൂമെന്നൊരു ചീത്തപ്പേര് കോൺഗ്രസുകാർക്ക് പൊതുവേ ഉള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. പറയുമ്പോൾ നല്ല അന്തസ്സുള്ള പാർട്ടിയാണ്, പക്ഷെ ഉള്ളിൽ കയറിയാലേ കാര്യം അറിയും. ഇന്ന് രാവിലെ നടന്ന KPCC അധ്യക്ഷ യോഗം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ സംശയം മാറിക്കിട്ടും. KPCC നേതൃത്വങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറയുകയുണ്ടായി. AICCയിൽ ഉണ്ട് എങ്കിലും കേരളത്തിൽ ഇല്ല എന്നും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നാട്ടിൽ അർഹമായ പരിഗണന ഈ വിഭാഗങ്ങൾക്ക് ലഭിച്ചില്ല എന്ന പരാതി ഉണ്ട് എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. കേരളത്തിലെ KPCC അധ്യക്ഷന്മാരുടെ ചിത്രം KPCC ആസ്ഥാനത്തുണ്ട്. അവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മാത്രം ചിത്രങ്ങളില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും അർഹമായ പരിഗണന നൽകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. സുരേഷ് MP പറഞ്ഞു കഴിയുന്നതിന് മുൻപ് തന്നെ ഇതിന് മുരളീധരൻ മറുപടിയുമായി രംഗത്തെത്തി. MP എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പോസ്റ്റാണ്, അതിന് കുറെ മെച്ചമുണ്ട്. സുരേഷിന് എപ്പോ വേണമെങ്കിലും ഡൽഹിയിലേക്ക് പോകാം, വിമാനത്തിൽ ടിക്കറ്റ് എടുക്കാൻ സർക്കാർ കാശ് തരും. എന്നാൽ താൻ പെൻഷൻ കാശിൽ നിന്ന് ഡൽഹിക്ക് പോകണമെന്നുമായിരുന്നു മുരളീധരൻ പറഞ്ഞത്. ഷാഫി വടകരയിൽ എത്തിയപ്പോൾ ഗ്രാഫ് ഉയർന്നെന്നും എന്നാൽ താൻ തൃശ്ശൂരിൽ കാലുകുത്തിയപ്പോൾ തന്റെയും ഒപ്പം പ്രതാപന്റെയും ഗ്രാഫ് താഴ്ന്നുവെന്നും മുരളീധരൻ തമാശ രൂപേണ പറയുകയുണ്ടായി. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്ന ചടങ്ങിലായിരുന്നു പ്രതികരണം. സുരേഷ് MP പറഞ്ഞതെന്ത് മുരളീധരൻ എടുത്തതെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ തന്നെ ഇങ്ങനെയാണ് പ്രതികരണമെങ്കിൽ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് രാവിലെയാണ് സണ്ണി ജോസഫ് KPCCയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റത്. മുൻ KPCC പ്രസിഡന്റ് K സുധാകരനാണ് സണ്ണി ജോസഫിന് ചുമതല കൈമാറിയത്. വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ് എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശും ഇന്ന് ചുമതലയേറ്റു. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ UDF കൺവീനർ MM ഹസൻ, PM സുധീരൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചുമതലയേൽക്കുന്നതിന് മുൻപായി പുതിയ KPCC നേതൃത്വം മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സന്ദർശിച്ചിരുന്നു. സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ്, AP അനിൽകുമാർ, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരാണ് AK ആന്റണിയുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയത്. കോൺഗ്രസിനെയും UDFനെയും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയിണക്കാൻ കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് മികച്ച വിജയം നേടാനാവുമെന്ന് AK ആന്റണി ആശംസിക്കുകയുണ്ടായി. പുതിയ നേതൃത്വം കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയുടെയും K കരുണാകരന്റെയും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു.